കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു ഇമോഷണൽ റോളർ കോസ്റ്റിലൂടെ പോകാനാണ് വിധി. ഇത് ഞാൻ തന്നെ പറഞ്ഞു വിടുന്ന ഒരു കാര്യമാണ്. ഇനി ശരിക്കും ബ്ലാസ്റ്റേഴ്സ് മലയാളികളുടെ ക്ലബ്ബാകാൻ പോവാണ്. ഇത്ര നാൾ മലയാളികളുടെ ക്ലബ്ബല്ലേ എന്നായിരിക്കും ചോദിക്കുന്നത്. മലയാളികളുടെ അഭിമാനത്തിനെ ഉയർത്തുന്നതിലും പലപ്പോഴും തലകുനിക്കുന്നതിനൊക്കെ കാരണമായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഒരു കാൽപന്തിന്റെ ഐക്യത്തിന്റെയൊക്കെ പ്രതീകമായിട്ട് പലപ്പോഴും ബ്ലാസ്റ്റേഴ്സിനെ വിലയിരുത്തുന്നുണ്ടെങ്കിൽ പോലും ആന്ധ്രാപ്രദേശുകാരുടെ ഉടമസ്ഥതയിലുള്ള ക്ലബ്ബായിരുന്നു. ഈ മാഗ്നം കൺസോഷ്യത്തിന്റെ കയ്യിൽ നിന്നും പുതിയൊരു കൺസോഷ്യം കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റെടുക്കാൻ പോവുകയാണെന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ. അത് പൂർണ്ണമായിട്ടും മലയാളികളുടെ ഉടമസ്ഥയിലുള്ള ഒരു കൺസോഷ്യമാണ് എന്നാണ് അറിയുന്നത്. അതിൽ ഇന്ത്യക്കാരും വിദേശികളും എല്ലാം ഉണ്ട് എങ്കിൽ പോലും ഈ കൺസോഷ്യത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഏതെങ്കിലും ഒരു തരത്തിൽ കേരളത്തിലേക്ക് കണക്ഷൻ ഉണ്ട്, കേരളത്തിൽ വേരുകളുണ്ട്. അതായത് വിദേശത്തുള്ളവരാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓഹരികളുടെ ഒരു ഭാഗം കൈയാളുന്നതെങ്കിൽ പോലും അവർക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കേരള കണക്ഷൻ ഉണ്ട്. ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നം കൺസോഷ്യത്തിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കാൻ പോകുന്ന പുതിയ കൺസോഷ്യത്തിന്റെ ഏതാണ്ട് എല്ലാ ഉടമകളും കേരള കണക്ഷൻസ് ഉള്ളതാണ്. അപ്പം കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ വികാരത്തിന്റെ മുഴുവൻ പ്രതിഫലനവും പ്രതീകവും ഒക്കെയായി വിലയിരുത്തുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥാവകാശം ഇനി പോകുന്നത് മലയാളി കൺസോഷ്യത്തിന്റെ കയ്യിലേക്ക് തന്നെയാണ്. അങ്ങനെ അകത്തും പുറത്തും ഉള്ളിലുമെല്ലാം അന്തസ്സത്തുള്ള ഒരു മലയാളി ക്ലബ്ബായി കേരള ബ്ലാസ്റ്റേഴ്സ് മാറാൻ പോവുകയാണ്. അപ്പം അവർക്ക് ഇവരുടെ വികാരത്തിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് മനസ്സിലാവാം. ആരാധകരുടെ യഥാർത്ഥ ആവശ്യം എന്താണ്, അവരുടെ വികാരം മനസ്സിലാക്കി അനുകൂലമായ തീരുമാനങ്ങൾ പുതിയ മാനേജ്മെന്റിൽ നിന്നും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.